ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഡേ ഇൻ മൈ ലൈഫിൽ എൻ്റെ ഷൂട്ട് ഡേ ആണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു ഷൂട്ട് ഡേ ഞാൻ വീഡിയോസ് എടുക്കാറില്ല. സോ ഇന്ന് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ ടൈം ഒരു 4 മണിയോളമായി. അപ്പം ഞാൻ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. സോ അവർക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ദെൻ അവിടെ ചെന്നതിന് ശേഷം മേക്കപ്പ്, പിന്നെ സാരിയൊക്കെ ട്രാപ്പ് ചെയ്യണം, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഫൈനൽ ഔട്ട് അവിടെ ചെന്നതിന് ശേഷം കാണാം. സോ അവൻ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടുത്തെ പോസ്റ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. എനിക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഗായ്സ്, അങ്ങനെ മേക്ക് ഓവർ ബൈ അപർണ അവിടെ എത്തി. ഞങ്ങൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ഇതാണ് അപർണ. ഡാർക്ക് വരും ഇടുമ്പോഴത്തേക്ക്. തോന്നിട്ടില്ല മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക്? തോന്നിയിട്ടില്ല. കാരണം ഓവർ ഗ്രോത്ത് വെളുപ്പിക്കാണ്ടാണോന്ന് എനിക്കറിഞ്ഞൂടാ. സ്കിൻ ടോൺ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ മുടി ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ എടുത്തു കഴിഞ്ഞാൽ പക്ഷെ ഗ്രോത്ത് വരും. എങ്ങനെയാണ്? ഞാനൊക്കെ എപ്പോഴും എടുക്കുന്നത് വളരില്ലെന്നല്ല, എന്നാലും അങ്ങനെ ഭയങ്കര എല്ലാവരും പറഞ്ഞു ഭയങ്കര വളരുന്നില്ല. അതുപോലെ തന്നെ ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു ഇങ്ങനെ മുടി വരുന്ന അറിയാലോ, ഇങ്ങനെ ഒരു ഇത് അത് കാണും. കുറെ കഴിയുമ്പോൾ ഓക്കെ. ഞാൻ എപ്പോഴും എടുക്കണില്ല. പക്ഷെ എല്ലാവരും പറയും മുടി മുഖത്ത് എടുക്കണമെന്നാണ് പറയണം. കുഴപ്പമില്ല എടുക്കണേനൊന്നും. അങ്ങനെ ഭയങ്കരമായിട്ട് ഗ്രോത്ത് ഒന്നും വരത്തില്ലടാ. ഇപ്പോഴത്തെ കുറെ റീൽ ഇറങ്ങി ഡാൻസിന്റെ ചെയ്യുന്നില്ലേ? ഒരെണ്ണം ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ ഇന്ന് ഈവനിങ് ആണ്. കാരണം കുറച്ച് പോസ്റ്റ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പോസ്റ്റ് ചെയ്താൽ ഇനി നമ്മളുടെ അപ്കമിങ് ഇടാൻ പറ്റുള്ളൂ. ആൾക്കാർ പേടിക്കും. അതെ, സത്യം. പക്ഷെ കുഴപ്പമില്ല. അത് കണ്ടിട്ട് കൊച്ചിൽ എന്തോ ചെയ്യണത് എന്നും പറഞ്ഞ ആൾക്കാർ നോക്കും. പുഷ്പലത ചേച്ചി ലാസ്റ്റ് ലുക്ക് ചിലര് പേടിക്കും കേട്ടോ. ഞാൻ ആന്റിയോട് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ് ആകുമ്പോ തന്നെ മുഖത്ത് കൈ വെച്ചിട്ടുള്ള ഐസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കും. അപ്പൊ ആന്റി പറയുമ്പോൾ ടെൻഷൻ അടിക്കണ്ട, ഐസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ അടിച്ചാലേ പറ്റത്തുള്ളൂ, എന്നാലും ഐസ് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ശരി ചേച്ചിയില്ല, കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതായി പോയി ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ ചിലരുണ്ട് എത്ര ഒരുങ്ങിയാലും അല്ലെങ്കിൽ ഒരുങ്ങിയില്ലെങ്കിലും ഒരു ടെൻഷൻ ആയിരിക്കും അവർക്ക്. ഹെയർ ഓൾസോ മനസ്സിൽ ടെൻഷൻ കാണത് മുഖത്ത് കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നത്തെ ഒരുങ്ങുന്ന ഭയങ്കര മടിയുമാണ്. അങ്ങനെ എഫേർട്ട് എടുക്കാത്ത ഒരാളാണ്. ആകെ ഇഷ്ടം ലിപ്സ്റ്റിക്കാണ്. മീൻസ് ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് വേണം. പക്ഷേ എനിക്ക് ലിപ്സ്റ്റിക്ക് വേണം. ഞാൻ മുഖത്തൊന്നും പൗഡറൊന്നും യൂസ് ചെയ്തില്ല. ഞാൻ പൗഡർ യൂസ് ചെയ്യില്ല. ലിപ്സ്റ്റിക്ക് വേണം. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ടൊരു കളിയില്ല. ഫേസ് ഫ്രഷ് ആയിട്ടില്ല. അതെ. പക്ഷെ എനിക്ക് വേറൊരാൾ ഒരുക്കുന്ന എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം പലരും അവരുടേതായ ഒരു ടച്ച് ഉണ്ടാവുമല്ലോ മേക്കപ്പ് ചെയ്യുന്നത്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ഡിഫറെന്റ് ട്രൈ ചെയ്തോണ്ടിരുന്നു. എത്ര സമയം എടുത്തു വരെ? കാരണം സത്യം പറഞ്ഞാൽ അവരത്യാവശ്യം സ്പീഡിലാണ്. അരമണിക്കൂർ. പിന്നെ അവിടെ അവർ മഴയായതുകൊണ്ട് കയറുന്നത് കുറച്ച് കാറാണെങ്കിലും നല്ല മഴയാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇത്രയും പ്രൊവൈഡ് ചെയ്യുന്നതിനെ വലിയ വരും. സത്യം. ചില ക്യാമറമാന്മാരൊന്നും അങ്ങനെ അവരുടെ ഇത് ചെയ്യത്തില്ല. ഇനി ഹെയറും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെറ്റായി. മൂവ് ആൻഡ് ഹെയർ, ദെൻ സാരി.
സോ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് അപ്പം ഇനി ഞങ്ങളുടെ ഫുഡ് ടൈം. ഇത് തക്കാളി ചമ്മന്തി അല്ലേ? ആ, ആൻറ്റിയുടെ സ്പെഷ്യൽ തക്കാളി ചമ്മന്തിയൊക്കെ കൂട്ടി ദോശ തക്കാളി ചമ്മന്തി. അവൻ്റെ കൂടെ കൂട്ടിറങ്ങി എൻ്റെ കൂടെ നിന്നു. ഈ അരവിന്ദ് ഒരു പണി എടുക്കുന്നില്ലല്ലോ. സോ ഗായ്സ്, അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്. സ്കിന്നെല്ലാം കഴിഞ്ഞു, സ്കിന്നും കഴിഞ്ഞു. പിന്നെ ഹെയർ അപർണയും ഞാൻ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്യാനാണ്. സോ ഹെയർ ഇതാണ്, കാരണം ഞാൻ ഇതുവരെ ലോങ് ഹെയർ ചെയ്തിട്ടില്ല. സോ ലോങ് ഹെയർ പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് ചെയ്തത്. അതും അടിപൊളിയായിട്ട് ചെയ്തു തന്നു. പിന്നെ സ്കിന്ന് പറയേണ്ടതില്ല, എനിക്ക് ഒരുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒത്തിരി പുട്ടിയടിച്ച് കണക്ക് തോന്നരുതല്ലോ. സോ അതൊന്നും ഇല്ലാണ്ട് തന്നെ നാച്ചുറലി നല്ലൊരു ഗ്ലോ ആയിട്ട് അടിപൊളി ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. മീൻസ് ഇപ്പം പിക്ചേഴ്സ് ഓൾറെഡി ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. പിക്ചേഴ്സിൽ ഓൾസോ നല്ല നാച്ചുറൽ വൈബ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്താണോ ഞാൻ പ്രതീക്ഷിച്ച ഒരു ഔട്ട് അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. ഇതുപോലെ വർക്ക് എൻക്വയറീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപർണയെ കോൺടാക്ട് ചെയ്യുക, DM ചെയ്യുക. പേജ് വന്നിട്ട് മേക്ക് ഓവർ ബൈ അപർണയാണ്. സോ അപർണ ഞാൻ കാണിച്ചിരുമ്പോൾ ഇത്രയും എഫേർട്ട് ഇട്ട് ഒരാൾ നമ്മൾ നിന്ന് ചെയ്തു തരുമ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇതാണ് അപർണ. സീരിയസ്ലി ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കാണ്. എനിക്ക് ശാലി ചേച്ചി വഴി എനിക്ക് കണക്ട് ആയതാണ്. പക്ഷേ എങ്കിൽ പോലും അത്രയും അടിപൊളിയായിട്ട് ഞങ്ങൾ മുമ്പേ കണ്ട ഒരു പരിചയം പോലെയായിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്കാണെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് അത് നല്ല രീതിയിൽ എടുത്തുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റി. സോ ഇതാണ് അപർണ. അപ്പോൾ അപർണയുടെ പേജ് വന്നിട്ട് മേക്ക് ഓവർ ബൈ അപർണ എന്നാണ്. സോ നിങ്ങളത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ DM. സോ ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. ഇവരെയൊന്നും നേരത്തെ വീഡിയോസിലൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. ഓരോ കാര്യങ്ങൾ അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓടുകയായിരുന്നു. സോ ഇതാണ് നമ്മളുടെ അതുൽ, ഇത് മനസ. സോ വളരെ സക്സസ്ഫുള്ളി ഞങ്ങൾ ഇതിപ്പോൾ 2ാമത്തെ ഷൂട്ടാണ്. ഞാൻ വിചാരിച്ചതിൽ നല്ല രീതിയിൽ ഔട്ട്. ഞങ്ങൾക്ക് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര വിഷമമായിരുന്നു. ഔട്ട് പോയി എടുക്കാനായിട്ട് പറ്റിയില്ല, പുറത്ത് പോയി. സോ ഇൻഡോർ തന്നെ ഞങ്ങൾ പറ്റുന്ന രീതിയിൽ ഇവരാണെങ്കിൽ ഒത്തിരി എഫേർട്ട് ഇട്ട് ചെയ്തു. സീരിയസ്ലി ഒരാൾ മാത്രം എഫേർട്ടല്ല ഇതിനകത്ത്, ഒരു ക്രൂവിൻ്റെ തന്നെ എഫേർട്ടാണ്. സോ അടിപൊളിയായിട്ട് ഷൂട്ട്സ് ആണെങ്കിലും പിക്ചേഴ്സ് ആണെങ്കിലും വളരെ കളർഫുള്ളായിട്ട് എടുത്തു. സോ ഐ എം സോ ഹാപ്പി. പിന്നെ ഇവരുടെ പേജ് ഞാൻ മെൻഷൻ ചെയ്യാം, മെറാക്കി എന്നാണ് പേജിൻ്റെ പേര്. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസ് ഉണ്ടെങ്കിൽ DM ചെയ്യുക. സോ താങ്ക് യു. ബൈ. എല്ലാം കഴിഞ്ഞു. പാക്കപ്പ്.